സമ്മേളനത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന സമാരാധ്യയായ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ആർ അമ്പിളി അവർ, അനാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ പ്രിയങ്കരയായിട്ടുള്ള സീനിയർ ടീച്ചർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ VS ബിനു, ആശംസകൾ അർപ്പിക്കുന്ന കുണവരി വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു S, ആനാവൂരിലെ വാർഡ് മെമ്പർ ശ്രീമതി ലേല, അരിയൂർ മെമ്പർ ശ്രീ അനീഷ്, PTA പ്രസിഡന്റ് ശ്രീ വിനോദ്, SMC ചെയർമാൻ ശ്രീ ലോറൻസ്, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ജയൻ പ്രസാദ്, സ്കൂൾ ലീഡർ കുമാരി അപർണ, സമാരാധ്യയായ HM ശ്രീമതി പ്രേമലത സർ, ഈ സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള മക്കളെ, ഞാൻ 11 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസിച്ചാണ് വന്നത്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ആദ്യമേ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി മക്കളോട് ഞാൻ ചോദ്യം ചോദിക്കാൻ, ഞാൻ പ്രസംഗിക്കണോ കവിത വേണോ? എന്ത് വേണം? പ്രസംഗിക്കില്ല, പ്രസംഗിക്കണമെന്നുള്ളൊരു കഴിയുന്നത് കവിത വരണമെന്നുള്ളൊരു കഴിയുന്നത് പറയുന്നത് രണ്ടും വേണ്ട. പാട്ട് പാടണമെന്നുള്ളൊരു കഴിയുന്നത് കുറച്ചാണ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണം നിങ്ങൾ പറ. പാട്ട് പാടണോ? ഞാൻ എഴുതിയ പാട്ടേ പാടും, അത് കുഴപ്പമുണ്ടാവും. ഞാൻ സിനിമയിൽ എഴുതിയൊരു പാട്ട് പാടട്ടെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ പാടുമല്ലേ? നിങ്ങൾ പുലിമുരുക സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ഞാൻ എഴുതിയൊരു പാട്ട് പാടട്ടെ? അത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ പാടണം. പുലിമുരുക സിനിമ കണ്ടവരെ അത് കണക്കിലുണ്ട്. ശരി, അപ്പൊ ഞാൻ എഴുതിയ പാട്ടേ പാടും, കുഴപ്പമില്ലല്ലോ അല്ലേ? പുലിമുരുക പാട്ട് പാടാം. മാനത്തെ മാനിക്കുറുമ്പേ, കേട്ടോ? എന്നാ പാട്. മാനത്തെ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, മാടത്തെ മാടക്കിടങ്ങൾ വാവുന്നതാരോ, വാവാവം പാടിയുറക്കാം ഇല്ലില്ലെന്നമ്മയിൽ പൊന്നെ, ചാരത്തെ മൂതാറാട്ടിൽ മാമുട്ടാനിങ്കും കൊണ്ടേ മാറുചുരം ചെല്ലപ്പുള്ളേ, നെഞ്ചോരം പാടിയുറക്കാനുള്ള കരഞ്ഞേ ചെല്ലപ്പുള്ളേ, മാനത്തെ മാടത്തെ മാടക്കിടങ്ങൾ മാനത്തോറാകി പാകി കണ്ണരി ചെമ്പരത്ത് വീഴല്ലേ നിന്റെ വീടലിന്റെ കുഞ്ഞു കുഞ്ഞങ്ങളൊറ്റക്കാടെ, മുത്തപ്പന്മാരെ ചാവന്നെ തീണ്ടിച്ചതിച്ച് ആയില്ല തങ്കക്കൂടങ്ങൾ കക്കണെ മുത്തനെ മാറിയമ്മേ, പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ടു മേലേ, കണ്ണു ജന്മം താരകൾ മറ്റൂരേ, വാവാമം പാടിയുറക്കാം നമ്മയെ പൊട്ടേ ചാരത്തെ. ശരി, അപ്പൊ നമ്മൾ പാട്ട് അറിയാല്ലേ? അപ്പൊ ഇനി പ്രസംഗിക്കാലോ? പാട്ട് പാടട്ടെ? പാട്ട് പാടട്ടെ? ഞാൻ എന്റെ പാട്ടേ പാടും. പഴയ പാട്ടാണ്, കുഴപ്പമുണ്ടോ? നിങ്ങൾ മല്ലു സിംഗ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതിൽ പാട്ട് പാട്ടെ? നീ പാടാതെ
ഈ ചോളങ്ങൾ ചാടും ചന്തം ചം ചം ചമക്ക് ചം ചം നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാതെ പൂക്കുന്ന ഗന്ധം മതിയാ വലിയ പ്രശ്നം പാട്ട് പാടല്ലേ നിങ്ങൾക്ക് അറിയാത്ത പാട്ട് പാടിയ കുഴപ്പമുണ്ടോ? ഞാൻ എഴുതിയ പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് അറിയില്ല, എന്നാലും പാട്ടില്ലേ? ചെമ്പക പൂങ്കാട്ടിലെ കണ്ടു ഞാൻ നിന്നെ ചെന്താമണി എന്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമണി ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമണി. കേട്ടോ? ആ നിങ്ങൾ കേട്ടില്ലാത്ത പാട്ടാവുമ്പോ ഞാൻ പ്രസംഗിക്കുന്നത്. ഈ പഴയ പാട്ടാണ് പാട്ടേ. മാവിൻ ചോട്ടിലുണ്ട് മണമുള്ള മകതാരിൽ കുളിരുള്ള മഷി തന്നി കുളിരുൾ കളിയോർമയാണെന്റെ ചെളിമണ്ണിൽ പാവാട ചായം തെക്കും അതു കാണേ കളിയാക്കും ഇണനാപ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമകാലുകൾ പുലുസുകന്നി വളരെ അത് പൂക്കാത്തെ കുളിരുകമ്മരക്ക്. അപ്പൊ എല്ലാ പാട്ടും അറിയാം. നാട്ടുവഴിയിൽ കാറ്റുമൂടന പാട്ടു കേട്ടില്ലേ, നല്ല കദളി കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ, കൊതിയോട് നിന്നില്ലേ, കണ്ണാരം പുത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും മാലിന്യൊട്ടിയൊളിച്ചു കളിച്ചില്ലേ. ഈ നാട്ടുവഴിയിൽ കാറ്റുമൂടന പാട്ട് കേട്ടില്ലേ, നല്ല കദളി കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ, കൊതിയോട് നിന്നില്ലേ. അപ്പൊ പാടില്ല. അപ്പൊ ഞാനിനി ഒന്നെങ്കിൽ പ്രസംഗിക്കാം അല്ലെങ്കിൽ കവിതയില്ല. ചങ്ങമ്പുഴയിലുണ്ട് വരട്ടെ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? അദ്ദേഹത്തിന് കവിത അറിയാവുന്ന എത്ര പേരുണ്ട്? കവിത അത്ര പേരാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയില്ല, നിങ്ങൾക്ക് അറിയാത്തതിന്റെ കൂടെ ചെല്ലണം. അദ്ദേഹം 1949 വെച്ചു. എന്നാ വെച്ചത്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന 40. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ മാത്രം സ്വാതന്ത്ര്യം 2 വർഷം മാത്രം ജീവിച്ചിരുന്ന ഒരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണെന്ന് അറിയാമോ? 38 വയസ്സായിരുന്നു. അപ്പൊ 38ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 48ൽ 9 മരിച്ച കൃഷ്ണപിള്ളയുടെ കവിത നിങ്ങൾക്കറിയാം. 2023 ഞാൻ ചൊല്ലട്ടെ. അദ്ദേഹം മരിച്ച ദിനത്തെയാണ് സത്യത്തിൽ പ്രണയ ദിനമായി നമ്മൾ കൊണ്ടാടേണ്ട മലയാളികൾ. പക്ഷെ നമ്മൾ ഇന്ന് വാലന്റൈൻസ് ദിനമാണ്, ഇന്ന് പ്രണയ ദിനമാണ്. നമ്മളൊരു പാശ്ചാത്യന്റെ വൈദേശികതയെ എന്തും നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും കൊടുത്താണ് നല്ലതാണ്. സത്യത്തിൽ നമ്മൾ കൊണ്ടാടേണ്ടത്, പ്രണയ ദിനമായി കൊണ്ടാടേണ്ടത് ഭാവഗായകനായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ചരമദിനത്തിനെയാണ്. ആ ചങ്ങമ്പുഴ തന്നെ എനിക്ക് അറിയില്ല, എനിക്ക് അറിയാൻ കുറിച്ചു. ഇപ്പോഴും നിങ്ങൾക്കറിയാം നമ്മുടെ ഭാഷ അതാണ്. നന്നായി മലയാള ഭാഷയിലെ കവിതയും എഴുത്തുമെല്ലാം നിങ്ങൾ പഠിച്ച് വലിയ വെളിക്കുടന്മാർ പിടിക്കായി മാറണം.
കൂടുന്നു ഒന്നാ കൊണ്ടുപോകൂ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം പോകാനാളെ ഞാനും പണിക്കയും നിന്നെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നു ചെയ്തു മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മുങ്ങി മുങ്ങി മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി കാന്തി മുങ്ങി മുങ്ങി ഒരു കൊച്ചു കാറ്റെണ്ണാൻ വന്നു പോയ തിരുതേരെ പൂമഴയായി പിന്നെ ഒന്നാവനത്തിലെ കാഴ്ചയാണ് എന്നെയും കൂടൊന്നു കൊണ്ടുപോകും നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നോമേ പാടില്ല നമ്മെ നമ്മൾ ശരി ചങ്ങമ്പുഴ സ്റ്റോറിലേക്ക് അപ്പോഴേ ഈ സ്കൂളിലെ ഈ ഒന്നാം നിലയിൽ ഗോൾഡൻ നില അതിലെ ഈ ക്ലാസ് 9 C ആയിരുന്നു. ആ 9 Cയുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ 1995 എന്ന് പറയുമ്പോൾ നിങ്ങള് അമ്മമാരും അച്ഛന്മാരും പഠിച്ചിരുന്ന കാലത്ത് 95 ഞാൻ ഈ സ്കൂളിൽ ഒരു വർഷം കുട്ടി വരുന്നുണ്ട് അല്ലേ അന്ന് 10 പഠിക്കണമല്ലോ 9ാം ക്ലാസ് അന്ന് ഇന്നിപ്പോ ഇത് ഹയർ സെക്കൻഡറി അങ്ങനെ ഈ സ്കൂളുമായി എനിക്ക് അങ്ങനെ ഒരു ആത്മബന്ധം ഉള്ള ഒരു മഹത്തായ കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാണ് ഈ അനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്റെ പ്രിയപ്പെട്ട അഞ്ചത്തി സീമയാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പലായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞവരെ ഞങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുകയും ഞാൻ പ്രിൻസിപ്പലായിരിക്കുന്ന കാലത്ത് സീമയോടൊപ്പം ജോലി ചെയ്യാൻ അവസരം ഉണ്ടാവുകയും ഏറ്റവും ഗംഭീരമായി ഈ ക്ലാസ് മുറികളെ ചിത്രശലഭ സമാനമാക്കുന്ന തരത്തിലുള്ള ക്ലാസ് മുറിക്ക് പുറത്തും അതിഗംഭീരമായ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കണ്ടെത്താൻ ശേഷിയുള്ള വളരെ മിടുക്കിയായ ഒരു പ്രതിഭ അധ്യാപികയാണ് മക്കളെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലത്തെ അധ്യാപകർ ധാരാളം എനിക്കറിയാം. അവിടെ എല്ലാം നന്മ നിങ്ങൾക്ക് ഗംഭീരമായി തന്നെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടുത്തെ ടീച്ചർമാരായ എന്റെ അഞ്ചത്തിമാർക്ക് വേണ്ടി എന്റെ സഹോദരി ഉൾപ്പെടെയുള്ള എന്റെ സുഹൃത്തുക്കളുടെ അധ്യാപകരാണ്. അവരുടെ അഭ്യർത്ഥന പാലിച്ചത് ഞാൻ എന്റെ കവിതയിലെ കുറച്ച് വലിയ ഉറപ്പുവേണ്ടി ചുരുക്കളിലേക്ക് ഉറപ്പുണ്ടാവും. ഇതൊരു പ്രണയ ദിനമാണ്. ഇതിൽ പ്രണയ നഷ്ടത്തെ കുറിച്ചുള്ള കവിതയുടെ കുറച്ച് ഭാഗമാണ് വേദി. നിങ്ങൾ ഈ കവിത കേൾക്കുന്നവരുടെ കൈ ഉയർത്താൻ ചൊല്ലാൻ കേട്ടാണ്. നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ പോകാനഞ്ച് കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. എത്ര രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത്
വിരഹമേഘ ശ്യാമകലഭംഗികൾ പിരിയുന്നൊരേണുകെ നാം രണ്ടു പുഴകളായൊഴുകിയ കലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നൊരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയ കലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. അങ്ങനെ പോകുന്നല്ലേ ആ കവിത. അപ്പൊ മക്കൾ നന്നായി പഠിക്കുക. പഠിക്കേണ്ട സമയം നമ്മൾ ഓരോന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട മാതിരി ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സൂര്യകാന്തൻ മോള് സൂര്യകാന്തനെ കൂട്ടുകാരി സൂര്യകാന്തൻ നോവെന്ന കവിതയെ കുറിച്ച് ചോദിച്ചിരുന്നു. പെൺമക്കളെ കുറിച്ചുള്ള കവിത കുറച്ച് ചോദിച്ചില്ല. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ എന്റെ മുറുകനം പൊടിഞ്ഞു പോയി സൂര്യകാന്തി പൂവ് ഞാനെന്നും എന്റെ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായുന്നു ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഓരോ തലവും പൊഴിഞ്ഞു പോയി. അങ്ങനെ വേറൊരു ദിവസം ഞാൻ കവിതയ്ക്ക് മാത്രമായിട്ടൊരു ദിവസം വരാം. അന്നേരത്ത് ധാരാളമായി ദിവസമായി നമുക്ക് കവിതയിൽ ചൊല്ലിയിരിക്കാം. ഒരുപാട് ഉച്ചയായി വിശക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ. അതിന് ഈ മഹാവിദ്യാലയത്തിന്റെ അനുഭവങ്ങൾ തുണയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ണടകൾ വേണം കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും കണ്ണടകൾ വേണം കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോലക്കൊപ്പുകൾ കാണാം കത്തികൾ വെള്ളി വെട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നി വെടിപ്പുക ഒന്നും തെരുവിൽ പാതിക്കാഞ്ഞിറ കൊള്ളുവതു കാണാം ഒഴിഞ്ഞ പൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ വെള്ളി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ട് വിരിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവരു കാണാം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ വെള്ളി വഴിയെ പോകുമ്പോൾ
മാതൃവിലാപത്താരത്തിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. അങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. പൊട്ടിയ പാലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പണി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ പാലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പണി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. ഡോക്ടർ APJ അബ്ദുൽ കലാം എല്ലാ കാലത്തും പറയാറുള്ളതുപോലെ നിങ്ങൾ നന്നായി സ്വപ്നം കാണുക, അത് നേടിയെടുക്കുവാനും ശ്രമിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ വാർഷികാഘോഷ പരിപാടി ഔപചാരികമായി ഞാൻ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയാം. താങ്ക് യു സർ. ഇനി വിശിഷ്ട അതിഥിയെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മെച്ചമ്മനെയും പ്രിൻസിപ്പലിനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വിശിഷ്ട അതിഥി ശ്രീ മുരുകൻ കാട്ടാക്കട അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങിയ കുട്ടികൾക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നൽകുന്ന പുരസ്കാര വിതരണം. പുരസ്കാരം നൽകുന്നതിനായി ശ്രീ മുരുകൻ കാട്ടാക്കട അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാർത്ഥികളെ വിസ്മയ VR വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതാണ്. അശ്മിത ED, അദ്വൈ SS, അലീന B, അനഘ S അനിൽ, വിസ്മയ VR, അദ്വൈ SS, അലീന B, അനഘ S അനിൽ, ബാലു AS, ആഷ്ന DS, അശ്വതി MD, അനന്തകൃഷ്ണ RS, അശ്വതി MB, അനന്തകൃഷ്ണ RS, അക്ഷയ് കുമാർ, നേഹ AS, അശ്വതി ശിവു, വൈഷ്ണവി MG, അനന്യ S കൃഷ്ണ, അദ്രിജ RS, നിമിഷ RS, അഖിൽ S, അനഘ DR, ആശ PR, ആദിത്യ D, അമിത ശിവദാസൻ, സൂര്യറാണി SR, അഭിനന്ദ് KP, അഭിഷേക് GR, കാർത്തിക MA, അളക, DC വിൽസൺ, അരുൺ R. അടുത്തതായി പുരസ്കാരം വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്കാണ്. ജില്ലാ പഞ്ചായത്ത് നൽകിയ പുരസ്കാരം വിതരണം ചെയ്യുന്നത്. കുട്ടികൾ മുന്നിലേക്ക് വരേണ്ടതാണ്.